ഹായ് ഫ്രണ്ട്സ്. പൊതുവെ നമ്മൾ അമ്മമാരെല്ലാവരും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത് നല്ലോണം അവർ കഴിക്കുകയും വേണം. അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പോഷകങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടുന്നു എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുകയും വേണം. അതായത് ആ ഭക്ഷണം അവരുടെ ഹെൽത്തിനെ പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യണം. പൊതുവേ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാൻ കുറച്ച് പുറകോട്ട് ഉള്ളവരാണ്. അപ്പോൾ കഴിക്കുന്ന അത്രയും ഭക്ഷണത്തിൽ നിന്ന് അവർക്ക് അത്രയും പോഷകം കിട്ടിയാൽ അത്രയും നല്ലതല്ലേ. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക്, ഒരു എനർജി ബോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈ ഒരു എനർജി ബോൾ നിങ്ങൾക്ക് 1 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. സ്നാക്കായിട്ട് അവർക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ അവർക്ക് സ്നാക്കായിട്ട് കൊടുത്തു വിടാം. അതേപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കയ്യിൽ കരുതാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ എനർജി ബോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നട്ട്സ് വേണം. ഇപ്പോൾ ഇവിടെ ഞാൻ ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്, പീനട്ട്സ് എടുത്തിട്ടുണ്ട്, പിന്നെ വാൾനട്ട്സ് എടുത്തിട്ടുണ്ട്. വാൾനട്ട്സ് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷേ ഇത്രയും ബെനിഫിറ്റ് ഉള്ള ഒരു നട്ട് വേറെയില്ല. പിന്നെ നമുക്ക് മെയിനായിട്ട് ഡേറ്റ്സ് വേണം കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സ് ഒക്കെ എടുക്കാം, കാഷ്യൂ നട്ട് എടുക്കാം, പിസ്ത എടുക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ ബദാം റോസ്റ്റ് ചെയ്തിട്ടില്ല, അപ്പം നമ്മൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അടികട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ച് ഒരു 2 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ബദാം ഇട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് റോസ്റ്റായി കിട്ടും. ഒത്തിരി കരിഞ്ഞു പോകരുത്. നല്ലൊരു പാത്രം തന്നെ ഇതിനു വേണ്ടി നമ്മൾ എടുക്കണം കേട്ടോ, കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതേപോലെ നോൺ സ്റ്റിക്ക് ഒന്നും വേണ്ട കേട്ടോ, സ്റ്റീൽ പാത്രം തന്നെയാണ് ഏറ്റവും നല്ലത്. അലൂമിനിയം ഒഴിവാക്കുന്നതാണ് നല്ലത്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ റോസ്റ്റായി വരും. അതിൻ്റെ പുറത്ത് നമുക്ക് ആ ഒരു കളർ ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റും ഇതേപോലെ. അപ്പോൾ നമുക്കതങ്ങ് കോരിയെടുത്തൊരു ഫ്ലാറ്റ് പ്ലേറ്റിലേക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അതേ പാനിലേക്ക് നമുക്ക് വാൾനട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ വാൾനട്ട് കണ്ടോ, ഈ വാൾനട്ട് എന്നല്ല, ഏത് വാൾനട്ട് ബ്രെയിനിൻ്റെ ഷേപ്പാണ്, ഹ്യൂമൻ ബ്രെയിനിൻ്റെ ഷേപ്പാണ്. സയൻസ് സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ഉണ്ടോ, കാണുന്നുണ്ടോ നമ്മുടെ വീഡിയോ? അപ്പം ഇത്രയും ബ്രെയിനിനെ ബെനിഫിറ്റ് ചെയ്യുന്ന മറ്റൊരു നട്ട് വേറെ ഇല്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്, അതും റോസ്റ്റ് ചെയ്യുകയാണ്. നമ്മളെല്ലാ നട്ടും 1 കപ്പാണ് കേട്ടോ എടുക്കുന്നത്. നേരത്തെ ആൽമണ്ട്സും 1 കപ്പാണ് എടുത്തത്. അതും ഒരു 5 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി പീനട്ട്സ് ആണ് കേട്ടോ. പീനട്ട് ഓൾറെഡി റോസ്റ്റഡ് ആണ് ഞാൻ മേടിച്ചത്. അപ്പോൾ അത് ഞാനൊന്ന് 1 കപ്പ് മെഷർ ചെയ്തെടുക്കുകയാണ്. 1 കപ്പ് 250 ml ആണ് കേട്ടോ. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ വെള്ളം കുടിക്കുന്ന ഒരു ഗ്ലാസ് എടുത്താലും മതി. ഇനി ഞാനൊരു പ്ലേറ്റ് എടുത്തു. അപ്പോൾ ഈ പീനട്ട്സിൻ്റെ തോടൊന്ന് കളയണം. തോടോടുകൂടി എടുക്കുന്ന ടേസ്റ്റാണ്, പക്ഷേ എൻ്റെ മോനത് ഇഷ്ടമല്ല. അപ്പോൾ ഞാനതിൻ്റെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് ഇവിടെ ഒരു 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. അത്രയും എടുത്തുള്ളൂ. നിങ്ങൾക്ക് 1 കപ്പായിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ആ പീനട്ട്സ് ഒരു ഗ്രൈൻഡർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നല്ല ഉണങ്ങിയിട്ടുള്ളൊരു ജാറിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. പൾസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് പൊടിച്ച് എടുത്താൽ മതി. ഒറ്റ സ്ട്രെച്ചിന് ഒത്തിരി അരയ്ക്കരുത്. എല്ലാം സ്പീഡ് 1-ലിട്ടിട്ടായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അതങ്ങ് അരഞ്ഞു പോവും, ആ നട്ട്സിലുള്ള ഓയിലൊക്കെ പുറത്തിറങ്ങിയിട്ട്. അപ്പം നമ്മൾ ആ പൊടിച്ച പീനട്ട് നമ്മൾ ഫ്ലാറ്റ് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ ഗ്രൈൻഡർ ജാർ അതേപോലെ തന്നെ എടുത്തിട്ട് വാൾനട്ടും കൂടി ഇട്ടിട്ട് ഇതേപോലെ നമുക്ക് പൊടിച്ചിട്ട് വരാം. നേരത്തെ പോലെ പ്രസ് ചെയ്ത്. അപ്പോൾ നട്ട്സിൽ നിന്ന് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഓയിൽ ഇറങ്ങി വരും, അതുകൊണ്ടാണ് കേട്ടോ പ്രസ് ചെയ്ത് ചെയ്യണമെന്ന് പറയുന്നത്. വാൾനട്ടും കൂടി അതേ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആൽമണ്ട്സും കൂടെ ഇതേ ടെക്നിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട്, അതും ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊരു സ്പാച്ചുല ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. സ്പാച്ചുല ഇല്ലെങ്കിൽ കൈവച്ചായാലും മതി, പക്ഷേ സ്പാച്ചുല വെച്ച് ചെയ്യുമ്പോൾ നല്ല ഈവനായിട്ട് മിക്സ് ആവും കേട്ടോ. 3 നട്ട്സിനും 3 ടേസ്റ്റാണ്. പീനട്ടിന് ഒരു മധുരമുണ്ട്, ആൽമണ്ട്സിന് വേറൊരു മധുരമാണ്, വാൾനട്ടിന് കുറച്ചുകൂടി മധുരം കുറവാണെങ്കിലും വേറൊരു ടേസ്റ്റാണ്. 3ഉം കൂടി ഈക്വൽ ആവണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് ഡേറ്റ്സ് നേരത്തെ ഞാൻ കഴുകി ഉണക്കിയതാണ് കേട്ടോ, അപ്പോൾ അത് കുരു കളഞ്ഞ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് 2 കപ്പ് ഡേറ്റ്സാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 1 കപ്പ് ആദ്യം ഒന്ന് അരച്ചെടുക്കുക. ഈ ഒരു പരുവത്തിലാട്ടോ അരയ്ക്കേണ്ടത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് 1 കപ്പും കൂടെ അരച്ചെടുത്തിട്ട് നമുക്കത് ഇതിലേക്ക് ഇതേപോലെ വെള്ളമോ നെയ്യോ ഒന്നും ചേർക്കേണ്ട, കൈവച്ച് തന്നെ നന്നായിട്ട് കുഴച്ച് എടുക്കുക. ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു ടഫ് സ്റ്റെപ്പ്. അതായത് കുറച്ച് സമയം എടുക്കും, ഒരു 5-6 മിനിറ്റൊക്കെ എടുക്കും. അതിനുശേഷം നമുക്കിത് സിമ്പിളാണ്. ഇഷ്ടമുള്ള സൈസിൽ ഉരുളകളായിട്ട് ഉരുട്ടി അങ്ങ് എടുക്കുക. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു. എത്ര എളുപ്പം കഴിഞ്ഞു നമ്മുടെ പണി. ഇപ്പം ഈ ഒരു സ്നാക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം. മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ എടുക്കാം. എന്തായാലും ബോൾസ് ആക്കി എടുക്കുന്നതാണ് ഒരു എളുപ്പം. അപ്പോൾ ഞാൻ അങ്ങനെയാണ്
എപ്പോഴും ചെയ്യാറ്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കത് കൊടുക്കാനും എളുപ്പമാണ്. പിന്നെ അവരെ സെൽഫ് ഫീഡിങ്ങിനൊക്കെ ട്രെയിൻ ചെയ്യുമ്പോഴും ഇങ്ങനെ അങ്ങ് കൊടുക്കുന്നത് എളുപ്പമാണ്. അപ്പം ഇതിപ്പോൾ നമ്മളെല്ലാ ഉരുളകളും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു 40 ഉരുള കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്യുകയാണ്. ഒരു 4 ദിവസമൊക്കെ ഇത് പുറത്തിരുന്നോളും. പിന്നീട് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം. ട്രാവലൊക്കെ ചെയ്യുമ്പം കുഞ്ഞുങ്ങൾക്ക് കരുതാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലഞ്ച് ബോക്സിലും നിങ്ങൾക്കിത് സ്നാക്കായിട്ട് കൊടുത്തു വിടാം, ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.